നൗഷാദ് അലി, KP അനിൽകുമാർ, KV തോമസ്, അനിൽ K ആന്റണി, പിന്നെ P സരിൻ, അതിനിടയിൽ പത്മജ വേണുഗോപാൽ, ഇങ്ങനെ തുടങ്ങി കോൺഗ്രസിൽ നിന്ന് ഇതര പാർട്ടികളിലേക്ക്, അതായത് അനിൽകുമാർ BJP-യിലേക്ക് പോയി, KV തോമസ് മാഷ് അനിൽകുമാറും KV തോമസ് മാഷും CPM-ലേക്ക് പോയി, മറ്റുള്ളവർ BJP-യിലേക്ക് പോയി, P സരിൻ CPM-ലേക്ക് പോയി. അപ്പോൾ ഇങ്ങനെ കോൺഗ്രസിൽ നിന്ന് ഈ കഴിഞ്ഞ കുറച്ചു കാലമായി കൊഴിഞ്ഞു പോകുന്നവരുടെ ഒരു പട്ടിക എടുത്താൽ കേരളത്തിൽ വളരെ ചിരപരിചിതരായി പാർട്ടിയുടെ ഭാഗമായി നിന്ന ത്രിവർണ്ണ പതാക ഇന്ത്യ കുറേ പേരുണ്ട്. ഈ അനുഭവങ്ങളുടെയൊക്കെ ഒരു വെളിച്ചത്തിലാണോ വരുന്നവർ കോൺഗ്രസിലേക്ക് വരട്ടെ എന്ന് കരുതി KC വേണുഗോപാൽ ഒരു നീക്കം നടത്തിയത്? അതാണോ സൗഹൃദ സന്ദർശനം എന്ന പേരിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്? ഇന്നിപ്പോൾ VD സതീശൻ നീതിമാനായ മന്ത്രി എന്ന് G സുധാകരനെ വാനോളം പുകഴ്ത്തുന്നതും നമ്മൾ കേട്ടു. ലക്ഷ്യം വെച്ചുള്ള ഇടപെടലുകളാണോ ഇതൊക്കെ? നിങ്ങൾ ഈ ചർച്ചയുടെ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ചോദ്യത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പേരുകളെക്കാൾ കുറച്ചുകൂടി നല്ല പേരുകളായിട്ട് എനിക്ക് തോന്നുന്നത് മൊറാർജി ദേശായി, ചരൺ സിംഗ്, VP സിംഗ്, ചന്ദ്രശേഖർ തുടങ്ങിയ പേരുകളാണ്. കാരണം അവരൊക്കെ ഈ കോൺഗ്രസ് പാർട്ടി വിട്ടുപോയിട്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിമാരായവരാണ്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള പശ്ചാത്തലം, പാരമ്പര്യം, പൈതൃകം, ഗതകാലം ഒക്കെ ഉള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇതിനകത്ത് നിന്ന് ആരെങ്കിലുമൊക്കെ പോകുന്നെങ്കിൽ അവരെ പിന്തുടർന്ന് ഞങ്ങൾ ഇന്നിപ്പോൾ സന്ദീപിനെതിരെ പാലക്കാട്ടെ തെരുവിൽ പകൽ സമയത്ത് കൈകാര്യം ചെയ്തു കൊള്ളാം എന്ന മട്ടിൽ ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കാറില്ല. അവരെ 51 വെട്ടി കൊലപ്പെടുത്താറൊന്നുമില്ല. ഇത് ജനാധിപത്യമാണ്. ചില ആളുകൾക്ക് ചില സാഹചര്യങ്ങളിൽ ചില ഉൾവിളികളൊക്കെ സംഭവിക്കുന്നു എന്ന് കരുതി അതിനെ അവഗണിക്കുകയാണ് കോൺഗ്രസ് ചെയ്യാറുള്ളത്. ഇവിടെ നേരത്തെ ശ്രീ ജയചന്ദ്രൻ പറയുന്നത് കേട്ടു, G സുധാകരൻ ഒരു ടവറിങ് പേഴ്സണാലിറ്റിയാണ് എന്നുള്ളത്. G സുധാകരൻ്റെ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളൊക്കെ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല, അതിലൊന്നും ആർക്കും തർക്കമില്ല. പക്ഷേ അത് തിരിച്ചറിയാതെ അത് വിസ്മരിച്ച് കളഞ്ഞൊരു പാർട്ടി CPM മാത്രമാണ് എന്നുള്ളത് G സുധാകരൻ്റെ പ്രസ്താവങ്ങളിലൂടെയും നിലപാടുകളിലൂടെയൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇവിടെ രോഗാതുരനായ G സുധാകരനേക്കാൾ പ്രായമുള്ള ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ G സുധാകരൻ അടക്കമുള്ളൊരു വലിയ നിരയെ വെട്ടിനിരത്തിക്കൊണ്ടാണ് അവർ വീണ്ടും അധികാരത്തിൻ്റെ ആ പങ്ക് നുണയാനും പറ്റാനും ഒക്കെ മുന്നോട്ട് വരുന്നത് എന്ന് നമ്മൾ നോക്കണം. കാരണം G സുധാകരനും തോമസ് ഐസക്കും, പക്ഷേ അതിൽ ആക്ഷേപം ശ്രീ KP നൗഷാദ് അലി G സുധാകരൻ ഇല്ലല്ലോ. അദ്ദേഹം പറയുന്നത് മാനദണ്ഡ പ്രകാരമാണ് പദവികളിൽ നിന്നും ഇത്തരം സ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ താൻ തന്നെ മാറ്റിയിരിക്കുന്നത്. അത് ഞാൻ കൂടി പങ്കെടുത്ത സമ്മേളനങ്ങളിൽ അംഗീകരിച്ച മാനദണ്ഡങ്ങളാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അല്ല ഗോപികൃഷ്ണൻ, ഏതായാലും G സുധാകരൻ ഒരു പരസ്യ ഏറ്റുമുട്ടലിലേക്ക് വന്നിട്ടില്ല എന്നേ ഉള്ളൂ. G സുധാകരൻ ഇതുവരെ ഈ എല്ലാ പുകിലുകളും നടക്കുന്നത് അദ്ദേഹം അറിയുന്നുണ്ടല്ലോ. അദ്ദേഹം എവിടെയെങ്കിലും പറഞ്ഞോ? എല്ലാവരെയും നിഷേധിച്ചോ? അദ്ദേഹം സ്വാഭാവികമായിട്ട് പറയേണ്ട യുക്തിസഹമായ ചില കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ ഒരു CPM-കാരനെ സംബന്ധിച്ചിടത്തോളം അവർ വൈകാരികമായിട്ട് പ്രതികരിക്കേണ്ട തരത്തിലൊന്നും G സുധാകരൻ പ്രതികരിച്ച് നമ്മൾ കാണുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ജീർണതയിൽ, ഇപ്പോഴത്തെ മുന്നോട്ടുള്ള പോക്കിൽ, ഇന്ന് ഈ ലോകം ഒക്കെ ഇത്തരത്തിലൊക്കെ CPM-ഉം പരിസരമൊക്കെ ആവാനുള്ള കാരണഭൂതനെ ഇങ്ങനെ പിൻപറ്റുന്ന, അതിനുവേണ്ടി ഇങ്ങനെ സൈക്കോ ഫാൻസായിട്ട് സ്തുതിഗീതികൾ ചമക്കുന്ന ആളുകളോടൊക്കെ കൃത്യമായ അവജ്ഞയുള്ള, പ്രത്യയശാസ്ത്രപരമായ നിലപാടുള്ള, ബോധ്യങ്ങളുള്ള വ്യക്തിയാണ് G സുധാകരൻ. അദ്ദേഹത്തിന് ഇങ്ങനെ CPM എന്ന പാർട്ടിയിൽ നിന്ന് അതിൻ്റെ അന്തസ്സത്തെ ചോർന്നു പോയിട്ട് അതിൽ എവിടെയും ഭരണതലത്തിലാവട്ടെ, പാർട്ടി തലത്തിലാവട്ടെ, സാമൂഹിക ഇടപെടലിൻ്റെ കാര്യത്തിലാവട്ടെ, രാഷ്ട്രീയമായിട്ടാവട്ടെ, ഇടതു ലൈൻ എന്നൊരു കാര്യം കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റും CPM-ഉം വിസ്മരിച്ചിട്ട് വർഷങ്ങളാവുകയാണ്. ശരി KP നൗഷാദ്, ഞാൻ ഒരു മിനിറ്റ് ഞാൻ വരാം.